എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, എൻ ഭാവിയല്ല നിൻ കരത്തിൽ. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, എൻ ഭാവിയല്ല നിൻ കരത്തിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വചനം 28-ാം സങ്കീർത്തനത്തിലെ 1-ാമത്തെ വാക്യമാണ്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കുവാൻ തന്നെ. ഒരു ദൈവഭക്തൻ ആവലാതിപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ദൈവമേ, എൻ്റെ പാറയായ ദൈവമേ, ആമേൻ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പം നീ മിണ്ടാതിരിക്കരുത്. ആമേൻ. നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിത്തീരും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് നിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത്. ആമേൻ. നിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചവനെ പോലെയാണ്. ഞാൻ വെറുതെ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഒരു തേജസ്സും ഇല്ല. ഞാൻ തകർന്നവനാണ്. എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ എന്നെ പ്രയോജനപ്പെടുത്തുന്നതും എനിക്ക് ജീവൻ പകരുന്നതും എന്നെ ജീവിപ്പിക്കാൻ ശക്തി പകരുന്നതും നിന്റെ ശബ്ദമാണ്. ആമേൻ. അതുകൊണ്ട് പറയാം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് കേൾക്കണേ. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. ആമേൻ. നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിപ്പോവും. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ആമേൻ. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഓരോ ദിവസവും എന്നോട് മിണ്ടണം. അന്നുള്ള ആഹാരം എനിക്ക് തരണേ. യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് യേശു തന്നെ ആ ആഹാരം എന്താണെന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാൽ ജീവിക്കും. ആമേൻ. അപ്പം ആ ആഹാരം എന്ന് പറയുന്നത് വചനമാണ്. ആമേൻ. ദൈവശബ്ദമാണ്. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് മിണ്ടാൻ കൊതിക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ആമേൻ. 73-ാം സങ്കീർത്തനത്തിലും ഇതേ കാര്യം പറയാണ്, നിന്റെ ആലോചനയാൽ എന്നെ വഴി നടത്തും. മറ്റൊരു സങ്കീർത്തനം പറയുന്ന അങ്ങനെയല്ലേ, ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, പോകേണ്ട വഴിയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കൊടുക്കും. ആമേൻ. ആമേൻ. ഭയങ്കരമായി ദൈവം സംസാരിക്കും. നിങ്ങൾ പറയണം, കർത്താവേ, എന്നോട് മിണ്ടണേ. തമിഴിലൊരു പാട്ടുണ്ട്, എന്നോട് നീ മിണ്ടണേ. നീ മിണ്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകും. സത്യമാണ്. ഞാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി സമയം ഇരിക്കുന്ന കർത്താവെ ഒന്നും മിണ്ടാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിനൊരു ശബ്ദം കിട്ടിയാൽ നമുക്ക് എന്താ പറയേണ്ട, ഒരു 1000 വർഷം ജീവിക്കാനുള്ള ബലം നമുക്ക് ലഭിക്കും. സ്വത്രം. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം, കർത്താവ് മിണ്ടാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവത്തിൻ്റെ കയ്യിൽ ഒന്ന് കിട്ടിയാൽ കർത്താവ് മിണ്ടിക്കൊണ്ടിരിക്കും. അത് പ്രായം നോക്കാതെ മിണ്ടിക്കളെ. ഈ ശമൂവേലിനെ കർത്താവ് വിളിച്ചിട്ട് അവനോട് പറയുന്ന കാര്യം ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യങ്ങളാണ് പറയുന്നത്. രാജ്യത്തിൻ്റെ കാര്യം, അന്നത്തെ ഭരണ സംവിധാനത്തിൻ്റെ കാര്യം, അതൊക്കെ മാറ്റുന്ന കാര്യമാണ് പറയുന്നത്. കാരണം
ദൈവത്തിന് ഒരാളുടെ ഇഷ്ടം തോന്നിയാൽ ഹൃദയം മൊത്തം പകരും. ആമേൻ. നിങ്ങളെയും ഇനി ദൈവം അങ്ങനെ മിണ്ടുന്ന ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകരാക്കാൻ പോവുകയാണ്. ആമേൻ. ഒത്തിരി ദൈവശബ്ദങ്ങൾ കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തോടും കുടുംബത്തോടും തലമുറയോടും ഒക്കെയുള്ള വ്യക്തിപരമായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആമേൻ. ഒരു വചനമുണ്ട്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇന്നിൻ്റെ ശബ്ദമുണ്ട്. ആമേൻ. എന്നാൽ അവരുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജനത്തിന് വേണ്ടി, അവർ ദൈവശബ്ദം കേൾക്കാൻ. യേശുവേ, ഇന്ന് രാവിലെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവേ, അന്നുള്ള ദൈവശബ്ദങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിക്കണമേ. ഇന്നിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ മുമ്പോട്ടേക്ക് നടത്തും. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ ഉറപ്പിക്കും. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. യേശുവേ, അങ്ങയുടെ ശബ്ദത്തിൽ, അങ്ങയുടെ വാക്കിൽ, അങ്ങയുടെ വചനത്തിൽ ഞങ്ങളെ നടത്തണമേ. ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നു തരണമേ പരിശുദ്ധാത്മാവെ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അങ്ങയുടെ മർമ്മങ്ങളുടെ കലവറകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. വിശേഷ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കാൻ പോവുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഓരോ ദിവസവും പുലരുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് അപ്പനും മക്കളും അമ്മയൊക്കെ പറയുന്ന ആ നല്ല ആ കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അർദ്ധരാത്രികളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. വഴിയാത്രകളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് പകലും ഒരു ദൈവശബ്ദം നിങ്ങൾക്കുണ്ടായിരിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രഭാതത്തെ എതിരേൽപ്പാൻ അവരെ അവൻ അനുഗ്രഹിക്കുന്നു. നന്മകളാൽ നീ അവരെ എതിരേൽക്കണമേ. വാക്തത്വങ്ങളാൽ നീ അവരെ എതിരേൽക്കണമേ. പുതിയ പുതിയ സന്തോഷങ്ങളാൽ നീ അവരെ എതിരേൽക്കണമേ. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, സന്തോഷിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യമെല്ലാം സാധിക്കും. കൂടെ കർത്താവുണ്ട്. നിങ്ങൾ പോകുന്ന യാത്രകളിൽ, ആ അപ്പോയിൻമെൻറ്റിൽ എല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ദൂതനെയും കർത്താവ് കൂടെ അയച്ചിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു.